സമാധാന ചർച്ചയ്ക്ക് എന്തുകൊണ്ട് ഇറാൻ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ രാജ്യം ചെറിയ രാജ്യത്തെ വിളിക്കുന്നു, തീർച്ചയായിട്ടും പോവുക, പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇതിന് 2-3 തരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ ആ വിഷയങ്ങളെ വിലയിരുത്തുകയും ചെയ്യുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക പോലെയുള്ള ഒരു വലിയ സൈനിക ശക്തിയുള്ള രാജ്യം, 3-ാം ലോക രാജ്യമായിരിക്കുന്ന ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ചർച്ചയ്ക്ക് വേണ്ടി അമേരിക്ക കാത്തിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികപരമായിട്ട് ഉണ്ടാവാത്തതാണ്. മാത്രമല്ല, ഇത്തരം ചർച്ചക്കൊക്കെ പല ഘട്ടങ്ങളിലും അമേരിക്കയിലേക്കാണ് വിളിപ്പിക്കാറുള്ളത്. അമേരിക്ക ഇങ്ങോട്ട് വന്ന് ചർച്ച നടത്തുന്നത് അസ്വാഭാവികമുള്ള കാര്യമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സമാധാന ചർച്ച എന്ന് പറയുന്ന പ്രയോഗം തന്നെ അമേരിക്കയുടെ നിഘണ്ടുവിൽ ഇല്ലാത്തതാണ്. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലായി അമേരിക്കയോട്, അന്നത്തെ ജോർജ് ബുഷ് ആയിരുന്നു അന്നത്തെ ഭരണാധികാരി, ജൂനിയർ ജോർജ് ബുഷ്, അയാളോട് നമുക്ക് ചർച്ച ചെയ്യാം, ഈ മെസോപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിൽക്കുന്ന ബാഗ്ദാദിൻ്റെ മണ്ണിലേക്ക് നിങ്ങൾ ഇരച്ചു കയറുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന മാനസിക പ്രയാസം തങ്ങൾക്കുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞങ്ങളുമായിട്ട് സഹകരിക്കണം, നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനത്തിലാക്കാം എന്നൊക്കെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഭൂപ്രദേശങ്ങളും സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത അതേ അറേബ്യൻ രാജ്യങ്ങൾ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ്രസിഡന്റ് അത് സമ്മതിച്ചിട്ടില്ല. അത് അവരുടെ രീതി അങ്ങനെയാണ്. അത് ലിബിയയുടെ വിഷയം വന്ന സമയത്ത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഗദ്ദാഫിയുടെ ഭാഗത്തു നിന്ന് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് ശേഷം, കാലത്തിന് ശേഷം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. പൂർണ്ണമായ രീതിയിൽ അമേരിക്കയെ പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ വിമതപക്ഷത്തിൻ്റെ സർക്കാരിന് പകരമായി, അല്ലെങ്കിൽ സർക്കാരിനോട് ഈ പറയപ്പെട്ട ഗദ്ദാഫിയുടെ അനുഭാവികളായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധിയെയും സംഘടിപ്പിക്കണം എന്ന ചർച്ച പോലും അന്ന് കേട്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇതാണ് അമേരിക്കയുടെ ശൈലി. ഇപ്പോൾ ഇറാന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന അഭിപ്രായം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, സമാധാന ചർച്ച കീഴടങ്ങൽ വേദിയാക്കിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ വിചാരിക്കുന്നത് സമാധാന ചർച്ചയാണ് എന്നൊക്കെ, പിന്നീട് അത് എന്താവും, അതൊരു വല്ലാത്തൊരു പ്രഷർ ഉണ്ടാവും. കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് ശാന്തമായ ഒരു ചർച്ച എന്ന് പറയുന്ന ഒരു പ്രയോഗമില്ല, അടിച്ചേൽപ്പിക്കുന്ന ചർച്ചയാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടാവുക. അതിന് ഇറാന് താല്പര്യമില്ല. കാരണം ഇറാൻ വലിയ സൈനിക ശക്തിയാണ്, പിന്നെ അവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കീഴടങ്ങൽ ചർച്ചയാക്കുമെന്ന് മാത്രമല്ല, നേതാക്കളുടെ മടക്കവും അപകടത്തിലാവുമോ എന്ന് പോലും സംശയിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയോടനുബന്ധിച്ച് ഏറെക്കുറെ ചർച്ചയ്ക്ക് മുമ്പ് നടന്നിരിക്കുന്ന ഒരു ഉപചർച്ചയോട് കൂടിയിട്ട് ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന അബ്ബാസ് അറാഞ്ചി അടക്കം ഒരു സംഘം അങ്ങോട്ട് പോയത്. അവിടുത്തെ സ്പീക്കർ അടക്കം അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അവിടെ എത്തി ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ റോങ് ആയിട്ടാണ് അമേരിക്ക തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആണവായുധം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം, നിങ്ങളുടെ കൈവശത്തിലുള്ള തങ്ങളുടെ കൈവശത്തിലേക്ക് ഏൽപ്പിച്ചു തരണം എന്നൊക്കെയാണ്. സമ്പുഷ്ട യുറേനിയം കൈവശം വെക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക്, ഇറാന് അധികാരമില്ല, അത് വലിയ ദുരന്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് തങ്ങളുടെ കൈവശത്തിലേക്ക് വരണം. അങ്ങനെ ഉടക്കുള്ള രീതിയിലാണ് ആദ്യം തന്നെ തുടങ്ങിയത്. രണ്ടാമത്തത്, അവരുടെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന തുറക്കൽ വേണം, അവിടുന്ന് ചുങ്കം പിരിക്കാൻ പാടില്ല, നിയന്ത്രണങ്ങളൊന്നുമില്ല എന്ന തരത്തിലേക്ക് പോയി. ഏറ്റവും പ്രധാനപരമായിരിക്കുന്ന ഗൗരവപരമായിരിക്കുന്ന വിഷയത്തെ ലളിതവൽക്കരിച്ചുകൊണ്ട് അത് അമേരിക്കയുടെ ആധിപത്യത്തിന് കീഴിലാക്കുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടായതോടുകൂടി പ്രശ്നം പൊട്ടി എവിടെ എത്താതായി. അതിനിടയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് സംസാരിച്ചു. അതോടുകൂടി അതില്ലാതായി. ചുരുക്കി പറഞ്ഞ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള സംഘം അവിടെ രാജ്യത്തേക്ക് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്നാൽ അവിടെ ഇറാൻ്റെ സൈനിക സംഘവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മടക്കയാത്ര അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെടുത്തുമോ എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നെ വലിയ രീതിയിലുള്ള സാഹസികതകളൊക്കെയാണ് ഇറാൻ ചെയ്തത്. ഇറാൻ്റെ 80ഓളം ആളുകൾ, സംഘങ്ങൾ അവിടേക്ക് പാഞ്ഞെത്തിയിട്ട് അവരെ ഇവിടെ നിന്ന് നേതാക്കന്മാരെ രാജ്യത്തേക്ക് എത്തിച്ചത് മറ്റ് പല മാർഗങ്ങൾ ഉപയോഗിച്ചാണ്. ഏത് രീതിയിലാണെന്നുള്ളത് അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഈ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ സൈനിക സംഘം ഇവരെ അനുഗമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അനുഗമിച്ചിട്ടില്ല എന്ന് മറ്റൊരു റിപ്പോർട്ടിലും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നേതാക്കളുടെ മടക്കം അപകടത്തിലാക്കും, അതായത് പ്രശ്നം പരിഹരിക്കപ്പെടാത്ത രീതിയിൽ വരികയാണെങ്കിൽ അവിടെ പിന്നെ ദുരന്ത കാര്യങ്ങൾ നടക്കുമോ എന്ന് പോലും ഇറാൻ സംശയിക്കുന്നു എന്നുള്ളതാണ്. കർക്കശമായിരിക്കുന്ന നിലപാട്, ഭീഷണി, ഉപരോധം, ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു മധ്യസ്ഥതയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. അത് കൃത്യമായ രീതിയിൽ അമേരിക്ക ഉപയോഗിക്കുന്നു.
ഇതും വലിയ വിഷയമായിട്ട് തന്നെയാണ് ഇറാൻ മനസ്സിലാക്കുന്നത്. ശത്രുവിനെ സമാധാന ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് അവർ അവസര സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കും. തങ്ങളങ്ങനെ നിസ്സാരമായിരിക്കുന്ന ചെറിയ രാജ്യമൊന്നുമല്ല, വിശാലമാക്കപ്പെട്ട ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നതിനാൽ അതിനോടൊന്നും തങ്ങൾക്ക് യോജിപ്പില്ല, അതുകൊണ്ട് അംഗീകരിക്കുകയില്ല. അപ്പോൾ നയരൂപീകരണ ചർച്ച, ഇപ്പോഴത്തെ ഇറാനിൽ നടക്കുന്ന സംഭവങ്ങൾ മറ്റൊരു തലത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. നയരൂപീകരണത്തിന് നേതൃത്വ പദവി നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അതായത് മിതവാദികളായിരിക്കുന്ന സംവിധാന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഭരണശിലാ കേന്ദ്രത്തെ നിയന്ത്രിക്കുന്നത്. അത് ആയത്തുള്ള അലി ഖംനായി വളരെ ശാന്തനായിരിക്കുന്ന രീതിയാണ്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അവർ മറ്റുള്ളവരുമായിട്ട് അഭിമുഖം നടത്തുന്നത്, കുട്ടികളുമായിട്ട് സഹകരിക്കുന്നത്, അവിടെ ചേർത്ത് നിൽക്കുന്നത്, ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖമല്ലാതെ യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖംനായുടെ മുഖത്തെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അദ്ദേഹത്തിന് നൽകുന്ന ആദരവും ബഹുമാനമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. എന്നാൽ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരെയും കണ്ടിട്ടുണ്ടോ? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മുഖം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ക്രൂരമാരായിരിക്കുന്ന ആളുകളുടെ പ്രവൃത്തി എന്ന് പറയാൻ അവർക്ക് ചിരി അറിയില്ല. അവരെപ്പോഴും സീരിയസ് ആയിരിക്കും. മറ്റുള്ളവരുടെ നാശത്തിൻ്റെ മേലെ തങ്ങളുടെ ആധിപത്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ആ സ്ഥിതിയാണ് അവരുടെ ഭാഗത്തും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി ഇറാൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം IRGCയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമാണ് ഇറാൻ എന്ന് പറയുന്ന സമയത്ത് ഭരണ സംവിധാനം സാരഥ്യം വഹിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തിലൊക്കെ 100% അഭിപ്രായം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവരെ കൂടി പരിഗണിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. തൊട്ട് മുമ്പ് ഈ അക്രമമൊക്കെ നടക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് സൈനികരെ നിയന്ത്രിക്കുന്നു എന്നുള്ളിടത്തേക്കാണ്. ഇപ്പോൾ സൈനികർ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നു എന്നല്ല, സൈനികരെ കൂടി അഭിപ്രായങ്ങൾ ആരായേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ നോക്കുന്ന സമയത്ത് ഒരു ഗവൺമെൻറ്റാണ് മർമ്മപ്രധാനമായിരിക്കുന്ന അധികാരം ഒരു രാജ്യത്തിൻ്റെ. എന്നാൽ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവം എന്താ? പാകിസ്ഥാനിൽ സൈനിക കമാൻഡറാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രി ചുമ്മാ കുത്തിരിക്കുക കസേരയിൽ. അസീം മുനീർ എന്ന് പറയുന്ന സൈനിക കമാൻഡറാണ്. അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, അവിടെ പ്രസിഡന്റുണ്ട്, സംവിധാനങ്ങളുണ്ട്. അവിടെ ഏതെങ്കിലും വളരെ പ്രാധാന്യപ്പെട്ട രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചയ്ക്ക് സൈനിക കമാൻഡറെ വിളിക്കുന്ന സംവിധാനമുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? ഒരു ജനാധിപത്യ രാജ്യത്തും ഇല്ലാത്തൊരു സംവിധാനം അത്ഭുതമാണ് കാണുന്നത്. മറ്റു രാജ്യത്തെ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ സൈനികർ ഭരണം നടത്തുന്ന രാജ്യമാണെങ്കിൽ അതൊക്കെ അതൊട്ടല്ലാനും ഈ തരത്തിലാണ് സ്ഥിതി കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം ഇതിന് സമാനമായ രീതിയിൽ IRGCയിലേക്ക് ഭരണ സംവിധാനത്തെ മാറുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ ചർച്ച നിർബന്ധമായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇവരെയും കൂടെ ഉൾക്കൊള്ളിക്കണം. ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മസൂദ് പെഷഷ്കിയാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അറേബ്യൻ രാജ്യങ്ങൾ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഖേദപ്രകടനം നടത്തുകയും മാപ്പ് പറയുകയും ചെയ്തു. നമ്മളത് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. കാര്യമെന്ന് പറയാൻ ഞങ്ങൾ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. പിന്നീട് ഈ മിസൈലുകൾ തെറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിസൈൽ പൊട്ടിക്കുന്ന സമയത്ത് ചെതറിച്ച് അതിൻ്റെ കഷ്ണങ്ങൾ ചെതറിയിട്ട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 8ഓളം ആളുകൾ അങ്ങ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. ഖേദം പ്രകടിപ്പിക്കുകയും ഇനി തങ്ങൾ ആക്രമിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം IRGC അത് തിരുത്തി. അങ്ങനെയൊന്നുമല്ല, തങ്ങൾ ഇനി ആക്രമിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എത്ര കാലം അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ടോ അത്രയും കാലം തങ്ങൾ ആക്രമിക്കുമെന്ന് തിരുത്തി പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അഥവാ മിതവാദി നേതൃത്വത്തിൽ നിന്ന് സൈലൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ കഠിനമായിരിക്കുന്ന ഒരു നേതൃത്വ രീതിയിലേക്ക് ഇറാൻ്റെ ഭരണം ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന വിഷയത്തിൽ നിന്ന് കാതലായിരിക്കുന്ന പ്രശ്നത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇറാൻ്റെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കരാറിൽ ഒപ്പിടാതെ ഉപരോധം പിൻവലിക്കുകയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇറാൻ്റെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഹോർമസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉപരോധം നിലനിർത്തുന്നു. ആ ഉപരോധം പിൻവലിക്കാതെ ഉപരോധം പിൻവലിച്ചതിന് ശേഷം മാത്രമേ തങ്ങൾ കരാറിൽ ഒപ്പിടൂ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എത്തുകയുള്ളൂ ഇറാൻ പറയുന്നു. ട്രംപ് പറയുന്നു കരാറിൽ ഒപ്പിടാതെ ഉപരോധം പിൻവലിക്കുകയില്ല. അപ്പോൾ അവിടെ തന്നെ വൈരുദ്ധ്യമാണ്. വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടാകുന്ന സമയത്ത് ഇതെങ്ങനെയാണ് യോജിപ്പിൻ്റെ മേഖലയിലേക്ക് എത്തുക? ഏതെങ്കിലും ഒരു രേഖയിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി സമീപിച്ചെങ്കിൽ മാത്രമേ ചർച്ചയിലേക്ക് എത്തിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ചർച്ചയെ വിജയിക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഉപരോധം പിൻവലിക്കണം, ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം. ട്രംപിൻ്റെ മറുപടി ചർച്ച ചെയ്ത് ഒപ്പിട്ടതിന് ശേഷം മാത്രമേ ഉപരോധം പിൻവലിക്കൂ. ഇതാണ് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം.
അപ്പോൾ ഈ അമേരിക്കയുടെ വാഗ്ദാന കാര്യങ്ങളൊക്കെ ഒരു കീഴടങ്ങൽ പ്രയോഗമായിട്ട് മനസ്സിലാക്കിയ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ദിവസം ഇപ്പം നാളെയാണ് 22-ാം തീയതി. ഇന്നത്തെ രാത്രിയോടുകൂടി ഏറെക്കുറെ കരാർ വ്യവസ്ഥ അവസാനിക്കും 22-ന് മുൻപ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇവരെത്താതിരിക്കുകയും യുദ്ധം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും അമേരിക്കയും ഇസ്രായേലും അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പം തന്നെ ലെബനാനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണം പുനരാരംഭിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിൽ മൂന്നാല് പേർക്ക് പരിക്കേൽക്കുകയോ ഒരാൾ കൊല്ലപ്പെടുകയോ അങ്ങനെയൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ കരാർ വിഷയങ്ങൾ അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇനി തുടർച്ചയായ രീതിയിലും അത് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതിനാൽ ഇന്നത്തെ ഒരു കരാർ വ്യവസ്ഥ രൂപത്തിലെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.